ഷബീദ്, ഇപ്പോൾ കനത്ത പോലീസ് വലയത്തിലായോ ഈ തൈക്കാട് ഹൗസ്? എന്താണ് വിവരങ്ങൾ? ഉറപ്പായിട്ടും, അതായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ എയർ ക്യാമ്പിൽ നടക്കം കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് വിന്യസിക്കുന്ന കാഴ്ചയാണ്. അതായത് ഈ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രധാനപ്പെട്ട ഓഫീസിന് മുൻപിൽ നിന്ന് ഏതാണ്ട് 50 മീറ്റർ മാത്രം മാറിയുള്ള ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക, ഇപ്പോൾ പ്രവർത്തകരെ നമുക്ക് ബലം പ്രയോഗിച്ച് പോലീസ് നീക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എയർ ക്യാമ്പിൽ നിന്നും കന്റോൺമെന്റിൽ നിന്നും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കൂടുതൽ ബലം പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഈ ഔദ്യോഗിക വസ്തുവിന്റെ മുൻപിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സംഘർഷ സമാനമായ സാഹചര്യം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോലീസിന് വലിയ പ്രശ്നത ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പോലീസ് ഇന്റലിജൻസ് വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വരും മണിക്കൂറുകളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാം. കാരണം ഔദ്യോഗിക വസതിയാണ്, ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ഈ സർക്കാരിന്റെ കാലത്തൊക്കെ വലിയ പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ ഗേറ്റൊക്കെ തകർത്ത് അകത്തേക്ക് കയറിയുള്ള പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല. ഈ പ്രവർത്തകർ എത്തുന്നതിന് ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുൻപ് ആരോഗ്യമന്ത്രി പത്തനംതിട്ടയിലേക്ക് തിരിച്ചിരുന്നു. അതിന് അറസ്റ്റ് കൊണ്ട് ഭീഷണി കൊണ്ട് ഷബീദ് റാവുത്തർ വീണ്ടും ചേരുന്നു. പോലീസ് ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിക്കുമ്പോഴും അവർ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഷബീദ്, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? സംഘർഷ സമാനമാണ് സാഹചര്യം. പോലീസും പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. അതായത് കുറച്ച് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുന്ന അത് നടക്കുന്ന സമയത്താണ് കൂടുതൽ പ്രവർത്തകർ ഈ വീണ്ടും ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് തള്ളിക്കയറാൻ ഉള്ള ശ്രമം നടത്തുന്നത്. സംഘർഷ സമാനമാണ് ഇവിടുത്തെ സാഹചര്യം. പക്ഷേ ഈ ആരോഗ്യവകുപ്പിലെ പിഴവുകൾ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ കണ്ട പ്രതിഷേധങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധം അത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ നടക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 മണിക്ക് ആരോഗ്യമന്ത്രി ഇവിടെ നിന്ന് പത്തനംതിട്ടയിലേക്ക് യാത്ര തിരിച്ചു. 7:15 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി. ശേഷം ഔദ്യോഗിക വസതിയുടെ ഗേറ്റ് തകർത്ത് ഉള്ളിൽ കയറി ഈ വീടിന്റെ അകത്തേക്ക് വരെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള പോലീസ് ശ്രമം, പക്ഷേ പോലീസിന് പരാജയപ്പെടേണ്ടി വരുന്നു. പ്രവർത്തകർ പിന്മാറുന്നില്ല, പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. മാത്രമല്ല വീണ്ടും ഈ വസതിയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമടക്കം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ആലപ്പുഴയിലെ നെടുമങ്ങാട്ടെ, അതേപോലെ തന്നെ വണ്ടൂരിലെ അടക്കം ആരോഗ്യ വീഴ്ചകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.